നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട ബൈപ്പാസ് റോഡ് നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പൂതംകുളം ഭാഗത്തു നിന്നുമാണ് കാന നിർമ്മാണ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്താണ് മുൻ മന്ത്രിയും ഇരിങ്ങാലക്കുട MLAയുമായിരുന്ന ഡോക്ടർ ആർ ബിന്ദുവിന്റെ ശ്രമഫലമായി ഇരിങ്ങാലക്കുട ബൈപ്പാസ് റോഡ് നവീകരണത്തിനായി 5 കോടി രൂപ സംസ്ഥാന സർക്കാർ ബജറ്റിൽ വകയിരുത്തിയത്. താഴ്ന്ന പ്രദേശത്തുകൂടെയാണ് ബൈപ്പാസ് റോഡ് കടന്നുപോകുന്നതുകൊണ്ട് തന്നെ റോഡ് ഉയർത്തി ഇരുവശങ്ങളിലും ഡ്രെയിനേജ് സംവിധാനത്തോടുകൂടി 8.25 മീറ്റർ വീതിയിൽ BMBC ടാറിംഗ് നടത്തിയാണ് റോഡ് നവീകരിക്കുക. 1.5 കിലോമീറ്ററോളം വരുന്ന റോഡിൽ ആകെ തകർന്നു കിടന്നിരുന്ന 161 മീറ്റർ നഗരസഭാ പദ്ധതിയിൽ 27 ലക്ഷം രൂപ ചിലവഴിച്ച് ടൈൽസ് വിരിച്ചിരുന്നു. ബാക്കി വരുന്ന 1160 മീറ്റർ റോഡാണ് നവീകരണം നടത്തുന്നത്. നഗരത്തിലെ പ്രധാന റോഡായ ധാണ ബസ് സ്റ്റാൻഡ് റോഡിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായാണ് ബൈപ്പാസ് റോഡ് നിർമ്മിച്ചത്. 3 ഘട്ടങ്ങളിലായി നിർമ്മാണം പൂർത്തീകരിച്ച റോഡ് തകർന്ന് കുണ്ടും കുഴിയുമായത് ഏറെ പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരുന്നു. MP ജാക്സൺ ചെയർമാനായുള്ള പുതിയ ഭരണസമിതി ചുമതലയേറ്റ സമയത്ത് ബൈപ്പാസ് റോഡ് രാജപാതയാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇത് ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചു. വികസിത നഗരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഇരിങ്ങാലക്കുടയ്ക്ക് തിലകക്കുറിയായി ബൈപ്പാസ് റോഡ് മാറുമെന്ന പ്രതീക്ഷയിലാണ് ജനം. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി ഇരിങ്ങാലക്കുട സ്വദേശി ചെമ്പോട്ടി ബിജോയിയാണ് നിർമ്മാണ കരാർ ഏറ്റെടുത്തിട്ടുള്ളത്. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ സംഘടിപ്പിച്ച ഡോക്ടേഴ്സ് ദിനാഘോഷം പ്രശസ്ത സംഗീത സംവിധായകൻ മോഹൻ സിതാര ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ MG ശിവദാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ RMO ഡോക്ടർ അനു, നഴ്സിംഗ് സൂപ്രണ്ട് ലത, സെക്രട്ടറി രാഖി എന്നിവർ ആശംസകൾ നേർന്നു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ദിനേശ് PM സ്വാഗതവും സ്റ്റാഫ് കൌൺസിൽ കൺവീനർ ഡോക്ടർ അരുൺ നന്ദിയും പറഞ്ഞു. എൻ്റെ ദൈവം എന്ന് പറയാം. എൻ്റെ എന്നല്ല, മനുഷ്യരുടെ ഡോക്ടേഴ്സ് ഇല്ലെങ്കിൽ ഇന്നുപോലെ മനുഷ്യന്മാർ ജീവിച്ചിരിക്കാൻ പറ്റാത്തൊരവസ്ഥ. അതുപോലെ തന്നെ വെറുതെ അല്ല നേഴ്സുമാരെ മാലാഖമാർ എന്ന് വിളിക്കുന്നത്. ഞാൻ അനുഭവിച്ച് അറിഞ്ഞാണ്. ഒരു പ്രാവശ്യം 5 ബ്ലോക്കായിരുന്നു. അത് ഓപ്പൺ സർജറി കഴിഞ്ഞ് പിന്നീട് ഞാൻ വീണ്ടും വർക്കുകൾ സ്റ്റാർട്ട് ചെയ്ത് 2-3 വർഷം കഴിഞ്ഞപ്പോൾ ക്യാൻസർ വൻകൂടുതലായിരുന്നു. അതും പിന്നെ അമൃത ഹോസ്പിറ്റൽ അതെല്ലാം കഴിഞ്ഞ് അസുഖമെല്ലാം മാറി വീണ്ടും വർക്കുകൾ തുടങ്ങി. 2-4 വർഷം കഴിയുമ്പോൾ എനിക്ക് എന്താ പറയുക, വയറ് വല്ലാത്തൊരവസ്ഥയിൽ പോയി. പിന്നീട് ഹോസ്പിറ്റലിൽ ചെന്ന് കിഡ്നിയിൽ എന്തൊക്കെയോ പ്രോബ്ലം ഉണ്ടായിരുന്നു. പല ഡോക്ടേഴ്സും പറഞ്ഞു ഇനി നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട് എൻ്റെ വൈഫ് സങ്കടപ്പെട്ട് ഇരിക്കുന്ന സമയത്ത് വൈഫിൻ്റെ ഫ്രണ്ട് പറഞ്ഞു, എടേ വീടൊക്കെ വൃത്തിയാക്ക്, ഡെഡ് ബോഡി കൊണ്ടുപോയത് ആളുകളൊക്കെ വരും. കൺവീനറായിട്ടുള്ള അരുൺ സാറിന് ആദരം നൽകുന്നതിനാണ് ഡോക്ടർ മഞ്ജു മേഡം, ഡോക്ടർ ആശിസ്.
കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ട ഡ്യൂക്ക് പ്രവീൺ എന്നറിയപ്പെടുന്ന പൊറുത്തിച്ചേരി സ്വദേശി മുതിരപ്പറമ്പിൽ വീട്ടിൽ 27 വയസ്സുള്ള പ്രവീണിനെ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ടി ദിലീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ മെയ് 23 മുതൽ സഞ്ചലന നിയന്ത്രണ ഉത്തരവ് പ്രകാരം തൃശൂർ റവന്യൂ ജില്ലയിൽ നിന്നും നാടുകടത്തിയിരുന്നു. ജൂലൈ 1 ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുള്ള വെള്ളൂർ എന്ന സ്ഥലത്ത് പ്രവേശിച്ചതിനെ തുടർന്നാണ് അറസ്റ്റ്. പ്രവീൺ ഇരിങ്ങാലക്കുട, കാട്ടൂർ, വലപ്പാട്, കൊരട്ടി പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 4 കവർച്ചാ കേസുകളിലും 6 വധശ്രമ കേസുകളിലും നിരോധിത മയക്കുമരുന്നുകൾ വിൽപ്പന നടത്തിയ കേസിലുമടക്കം 18 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. SI അനു ജോസ്, അഭിലാഷ്, ഗ്രേഡ് SI അൻവറുദ്ദീൻ, സിവിൽ പോലീസ് ഓഫീസർ PO ആഷിഖ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ആളൂരിൽ പോലീസ് ജീപ്പ് പിടിച്ച് വിദ്യാർത്ഥി ജൂവിൻ മരണമടയുകയും മറ്റൊരു വിദ്യാർത്ഥി അനന്തുവിന് ഗുരുതരമായ പരിക്കേറ്റ സംഭവത്തിൽ കുറ്റക്കാരായവരെ കർശന നിയമ നടപടികൾക്ക് മുൻപിൽ കൊണ്ടുവരണമെന്നും അവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാരിൽ നിന്നും സാമ്പത്തിക സഹായം നൽകണമെന്നും ആവശ്യപ്പെട്ട് CPI ആളൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ PK സദാനന്ദൻ, ജോഷി കൊല്ലാട്ടിൽ, KC ഹരിദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജൂലൈ 3 വൈകിട്ട് 5 ആളൂർ സെന്ററിൽ സംഘടിപ്പിക്കുന്ന ജനകീയ പ്രതിഷേധം CPI സംസ്ഥാന കൌൺസിൽ അംഗം TK സുധീഷ് ഉദ്ഘാടനം ചെയ്യും. പരിക്കേറ്റ കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത്യാസന്ന നിലയിൽ ആശുപത്രിയിലാണ്. 18 ലക്ഷം രൂപയിലധികം ചെലവ് വരും ചികിത്സയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ അന്വേഷണവും ഉണ്ടായിട്ടില്ല. അതിനുള്ള സാമ്പത്തിക സഹായങ്ങളൊന്നും ഇതുവരേക്കും കൊടുത്തിട്ടില്ല. കുട്ടീനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തന്നെ 15 മിനിറ്റിലധികം വൈകി. അവരെ പോലീസ് സമയോചിതമായി ഇടപെടുകയായിരുന്നുണ്ടെങ്കിൽ ചോര വാർന്നു പോകുന്നതിനൊക്കെ മുമ്പ് ആ കുട്ടിയെ രക്ഷിക്കാൻ കൂടി കഴിയുമായിരുന്നു. പോലീസ് ജനങ്ങൾക്ക് സംരക്ഷകരാവേണ്ട പോലീസ് തന്നെ പൊതുജനങ്ങൾക്ക് എതിരാവുന്ന സ്ഥിതി വന്നിട്ടുണ്ട്. അന്ന് പോലീസിന്റെ ഭാഗത്തുനിന്ന് അത്തരം കൃത്യലോപം നടത്തിയിട്ട് അവരുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ സാമ്പത്തിക സഹായങ്ങളോ മറ്റു ആനുകൂല്യങ്ങളോ ഒന്നും ഇതുവരേക്കും കൊടുത്തു കഴിഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ 2-ാം തീയതിയായി. അപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് CPIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമര പരിപാടികൾ നടത്തുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നാളെ ആളൂർ സെന്ററിൽ വെച്ചിട്ട് പ്രതിഷേധ സമരവും അതുപോലെ തന്നെ പൊതുയോഗവും നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് പറയാനുള്ളത്. ഇരിങ്ങാലക്കുട മുനിസിപ്പൽ പാർക്കിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് ലാൽ, ജനറൽ സെക്രട്ടറി ഹരിപ്രസാദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാട് കയറി കിടക്കുന്ന പാർക്ക് ഉടൻ വൃത്തിയാക്കുക, ഉപയോഗശൂന്യവും ജീവന് അപകടകരവുമായിട്ടുള്ള കളി ഉപകരണങ്ങൾ മാറ്റി സ്ഥാപിക്കുക, പാർക്കിന്റെ നവീകരണത്തിന് അടിയന്തര നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യുവമോർച്ച പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നത്. വൈസ് പ്രസിഡന്റുമാരായ ജിനു ഗിരിജൻ, ഇരിങ്ങാലക്കുട മണ്ഡലം പ്രസിഡന്റ് സുഖിൻ പടിയൂർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. പരാതി സമർപ്പിച്ച സമയത്ത് ഞങ്ങൾ വ്യക്തമായി അദ്ദേഹത്തോട് പറയുകയുണ്ടായി, നിലവിലെ പാർക്കിന്റെ അവസ്ഥ അതിശോചനീയ അവസ്ഥയാണ്. അദ്ദേഹത്തിനോട് എത്രയും വേഗം നടപടികൾ സ്വീകരിക്കണമെന്നാണ് യുവമോർച്ച ആവശ്യപ്പെട്ടത്. അന്ന് മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായില്ല. മഴക്കാലം വന്ന സമയത്ത് ഇന്ന് പാർക്കിന്റെ അവസ്ഥ അതിദയനീയമാണ്. ഇന്നലെയും കൂടി യുവമോർച്ച പ്രവർത്തകർ പാർക്ക് സന്ദർശിക്കുകയും അവിടുത്തെ ദയനീയ സ്ഥിതി മനസ്സിലാക്കുകയും ചെയ്തു. കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമായിട്ടാണ് പാർക്ക് നമ്മൾ കാണുന്നത്. സാധാരണക്കാരായ ആളുകൾ മാത്രമാണ് ഇന്ന് മുനിസിപ്പൽ പാർക്കിലേക്ക് വരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി മറ്റൊരു കായിക പാർക്ക് ഇന്ന് ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയിൽ അടുത്ത് ഇല്ല. അപ്പോൾ ഞങ്ങൾ ഇന്ന് സന്ദർശിച്ചപ്പോൾ അവിടെ കാട് കയറി കിടക്കുന്ന അന്തരീക്ഷമാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. മഴ പെയ്തിട്ട് ചെളിക്കുണ്ടമായി ഇരിക്കുകയും അതുപോലെ കളിസ്ഥാനങ്ങളിൽ ഊഞ്ഞാലാണെങ്കിലും മറ്റു ഉപകരണങ്ങളാണെങ്കിലും തകർന്ന് കിടക്കുന്ന സ്ഥിതിയാണ് കാണാൻ സാധിക്കുന്നത്. അവിടെ വരുന്ന അവരമ്മമാർക്ക് വരുന്ന ഇരിക്കാനുള്ള ഇരിപ്പിടം പോലും തകർന്ന് കിടക്കുന്ന സ്ഥിതിയിലേക്കാണ് കാണുന്നത്. പല സ്ഥലങ്ങളിലും ഞങ്ങൾ സന്ദർശിച്ചപ്പോൾ ഇഴജന്തുക്കൾ വരുന്ന അവസ്ഥ വരെ അവിടെ ഉണ്ട്. കാരണം അവിടെ നിന്ന് വെട്ടിക്കളയുന്ന പുല്ലുകളും മറ്റും അവശിഷ്ടങ്ങളെല്ലാം കൂട്ടിയിടുന്നത് ഈ പാർക്കിൻ്റെ സൈഡിലാണ്. അപ്പോൾ അവിടെ വരുന്ന ഈ കുഞ്ഞു കുട്ടികൾ 12 വയസ്സിൽ താഴെയുള്ള കുഞ്ഞു കുട്ടികളാണ് അവിടെ പാർക്കിൽ കളിക്കാൻ വരുന്നത്. ഈ കുട്ടികൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പോലും അവിടെ ഇല്ല. അത് പാലിക്കാനായിട്ട് നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഒരു നീക്കവും ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ അദ്ദേഹത്തിനോട് ചെയർമാനോട് മാന്യമായി പറഞ്ഞിരുന്നു, 1 മാസത്തിനുള്ളിൽ എന്തെങ്കിലും നടപടികൾ ഉണ്ടായെങ്കിൽ
യുവമോർച്ചയ്ക്ക് സമര പരിപാടിയായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും എന്ന രീതിയിൽ മാന്യമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഞങ്ങളെ യുവമോർച്ചയുടെ ജില്ലാ വിദേശത്ത് ജോലി തേടിയും വിദ്യാഭ്യാസത്തിനുമായി പോയ പലർക്കും ലക്ഷ്യം കണ്ടെത്താൻ കഴിയാതെ കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും സഹായങ്ങളും ചെയ്യേണ്ടത് മൈ ഗ്രാൻഡ് മിഷന്റെ പ്രഥമ ലക്ഷ്യമാണെന്ന് രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ പറഞ്ഞു. രൂപതാ കാര്യാലയത്തിൽ ചേർന്ന നേതൃത്വ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രൂപതാ പ്രസിഡന്റ് ഷാജു വാലപ്പൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സൗദി അറേബ്യ കോർഡിനേറ്റർ ഡേവിഡ് മാങ്ങൻ, മേഖലാ പ്രസിഡന്റ് ജോസ് മാമ്പിള്ളി, സെക്രട്ടറി വർഗീസ് പന്തല്ലൂക്കാരൻ, വൈസ് പ്രസിഡന്റ് സന്ധ്യ സെബി, ട്രഷറർ വിൻസെന്റ് തെക്കേത്തല എന്നിവർ പ്രസംഗിച്ചു. രൂപതയിലെ എല്ലാ ഇടവകകളിൽ നിന്നുമുള്ള മുഴുവൻ കുടുംബ സമ്മേളന ഭാരവാഹികളുടെ പ്രതിനിധി സമ്മേളന പ്രവർത്തനങ്ങളിലേക്ക് മൈ ഗ്രാൻഡ്സ് മിഷന്റെ സംഭാവനയായ 1 ലക്ഷം രൂപയുടെ ചെക്ക് യോഗത്തിൽ ഷാജു വാലപ്പൻ രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടന് കൈമാറി. ഹോങ്കോങ്ങിൽ വെച്ച് നടക്കുന്ന ഇന്റർനാഷണൽ ലയൺസ് ക്ലബ്ബ് കൺവെൻഷനിൽ പങ്കെടുക്കുന്നതിനായി യാത്ര തിരിക്കുന്ന ചാർട്ടർ ഗവർണർ അഡ്വക്കേറ്റ് KG അനിൽകുമാർ, ഡിസ്ട്രിക്ട് ഗവർണർ ഉമ അനിൽകുമാർ എന്നിവർക്ക് ലയൺസ് ക്ലബ്ബ് ICLന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കുവാൻ ഇന്ത്യയിൽ ആദ്യമായി 105 അംഗങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ച ലയൺസ് ക്ലബ്ബ് ഓഫ് ICLന് കഴിയുമെന്ന് ചാർട്ടർ ഗവർണർ അഡ്വക്കേറ്റ് KG അനിൽകുമാർ പറഞ്ഞു. നിർധനരായ 5 പേർക്ക് വീട് നിർമ്മിച്ചു നൽകണമെന്നതാണ് ആഗ്രഹമെന്നും സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ളവർക്ക് സഹായം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലയൺസ് ക്ലബ്ബ് പ്രവർത്തിക്കുന്നതെന്നും ലയൺസ് ക്ലബ്ബ് ചെന്നൈ ഡിസ്ട്രിക്ട് ഗവർണറായി തിരഞ്ഞെടുക്കപ്പെട്ട ഉമ അനിൽകുമാർ പറഞ്ഞു. ലയൺസ് ക്ലബ്ബ് ഓഫ് ICL പ്രസിഡന്റ് സാം S മാളിയേക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ഹരികുമാർ, ഡോക്ടർ ജയശ്രീ അജിത്, വൈസ് പ്രസിഡന്റ് T മാധവൻകുട്ടി, വിശാഖൻ TV എന്നിവർ ആശംസകൾ നേർന്നു. ജോയിന്റ് സെക്രട്ടറി മാല സജീഷ് സ്വാഗതവും സർവീസ് കോർഡിനേറ്റർ സതീശൻ KP നന്ദിയും പറഞ്ഞു. ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നതായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതിന്റെ ഒപ്പം ലയൺസ് ക്ലബിനെയും കൂടി ചേർത്ത് പിടിച്ചതെന്ന് വെച്ചാൽ ലയൺസ് ക്ലബിന്റെ മുദ്രാവാക്യം തന്നെ ഫാമിലി, ജോലി, സഹായിക്കുക. സെർവ് ചെയ്യുക, മൂന്നാമത് ജോബ്, വർക്ക് ചെയ്യുക, ആദ്യം ഫാമിലി. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു സെറ്റപ്പിലേക്ക് നമുക്ക് ലയൺസ് ക്ലബിന്റെ ജീവനക്കാരെയും ലയൺസ് ക്ലബുമായി ബന്ധപ്പെട്ട ഓഫീസ് ഉടമകളെയും ഒക്കെ നമ്മളതിൽ കൊണ്ടുവരുമ്പോഴും ഒരു വിശാലമായ ചാരിറ്റി പ്രവർത്തനങ്ങൾ, വളരെ ആവശ്യമായ അശരണരായ ആളുകളെ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ ചെയ്യണമെങ്കിൽ ഇത്തരം ഒരു ക്ലബിന്റെ ഓർഗനൈസേഷന്റെ കീഴിൽ ആണെങ്കിൽ പുറമെ നിന്നും ലയൺസ് ക്ലബ് ഓഫ് ICLിലേക്ക് വരുവാൻ ഒരുപാട് ആളുകൾ തയ്യാറാകും എന്നൊരു കാരണം കണ്ടുകൊണ്ട് തന്നെയാണ് അതിലൂടെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഒരുപാട് മേഖലകളിലേക്ക് ICLനെ വായിപ്പിക്കാൻ കഴിയും. അതിവിടെ നിന്നും മാത്രമല്ല, ഇന്ത്യയിലുടനീളം വായിപ്പിക്കാൻ കഴിയും. ലോകകപ്പ് ഫുട്ബോളിന്റെ പശ്ചാത്തലത്തിൽ ഇരിങ്ങാലക്കുട ശാന്തിനികേതൻ പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ച ഫിഫ ഫെസ്റ്റിവൽ തൂഫാൻ ഗോൾ ഷൂട്ടൌട്ട് പ്രിൻസിപ്പൽ ഹരീഷ് മേനോൻ ഉദ്ഘാടനം ചെയ്തു. SNES ജോയിന്റ് സെക്രട്ടറി സജിതൻ കുഞ്ഞിലിക്കാട്ടിൽ, കായിക വിഭാഗം മേധാവി P ശോഭ, അനഘ ടീച്ചർ എന്നിവർ പങ്കെടുത്തു. ആവേശം ജനിപ്പിക്കുന്നത് നമ്മുടെ സ്കൂളിൽ ഇതുപോലുള്ള എല്ലാ പരിപാടികളും നമ്മൾ ആഘോഷിച്ച് വലിയ ആഘോഷങ്ങളും അതുപോലെ തന്നെ പഠിപ്പും അതുപോലെ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. ഈ ആഘോഷത്തിൻ്റെ ഈ ശാന്തിനികേതനിൽ പഠിച്ച കുട്ടികൾ വലിയവരായിട്ടുണ്ട്, ഒരുപാട് ഉയരങ്ങളിലെത്തിയിട്ടുണ്ട്. ഈ ആവേശം അവർക്കൊക്കെ ഒരു മാതൃകയായി മാറി. അതിൽ സ്പോർട്സ് ഗെയിംസും മാത്രമല്ല, നമുക്ക് എല്ലാ തലത്തിലും നമുക്ക് ഇതൊരു ആവേശകരമായി മാറ്റണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിലെ ദുഃഖ്രാന തിരുനാൾ ജൂലൈ 3 വെള്ളിയാഴ്ച ആചരിക്കും. രാവിലെ 7:30 നടക്കുന്ന ആഘോഷമായ ദിവ്യബലിക്കും ഊട്ടുനേർച്ച വെഞ്ചിരിപ്പിനും രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. രാവിലെ 10:30 ആഘോഷമായ തിരുനാൾ ദിവ്യബലി, തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം എന്നിവ നടക്കും. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.